ഇത്തവണ ഞാൻ പറയുന്നത് ഒരു ദുരന്തം സംഭവിച്ച പ്രദേശത്തിന് സംഭവിച്ച ഒരു വ്യക്തിക്കുണ്ടായ ചില ദുരൂഹ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കൃത്യം 3 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ് കൂകിപ്പറമ്പ്. ആ സ്ഥലപ്പേര് കേരളത്തിലെ ഭൂരിപക്ഷം പേർക്കും പരിചിതമായിരിക്കും. കാരണം അവിടെ വെച്ചാണ് 2001 മാർച്ച് മാസത്തിൽ കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ബസ് അപകടം നടന്നത്. അമിത വേഗത്തിൽ വന്ന ബസ്സിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പൊട്ടി, നാടൻ ഭാഷയിൽ ഉലക്ക പൊട്ടിയെന്ന് പറയും. നിലത്ത് വീണത് കാരണമാണ് ബസ് മറിഞ്ഞത്. ഷാഫ്റ്റ് റോഡിൽ ഉരസിയാണ് ബസ്സിന് തീ പടർന്നത്. റോഡരികിൽ നിന്നിരുന്ന നീളം കൂടിയ ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് വരെ തീ പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ ദുരന്തത്തിൻ്റെ ഭീകരത വ്യക്തമാണല്ലോ. 44 മനുഷ്യജീവനുകളാണ് ആ നടുറോഡിൽ കത്തിയമർന്നത്. രക്ഷാപ്രവർത്തനത്തിനായി ഓടിക്കൂടിയവർക്ക് ദുരന്തമുഖത്തേക്ക് അടുക്കാൻ പോലും കഴിയാതെ തീ ആളിക്കത്തുകയായിരുന്നു. ഒരുപക്ഷെ ആ മഹാദുരന്തം 2001 പകരം കുറേ പതിറ്റാണ്ട് മുൻപാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥലത്തെക്കുറിച്ച് ദുരൂഹത നിറഞ്ഞ ഒരുപാട് കഥകൾ അവിടെ പാടിപ്പുതഞ്ഞ് കേൾക്കാമായിരുന്നു. ആ ദുരന്തത്തിന് ശേഷം സ്വാഭാവികമായി എല്ലാ പ്രദേശത്തും നടക്കുന്നത് പോലുള്ള ചില ചെറിയ അപകടങ്ങൾ വല്ലപ്പോഴുമായി അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നല്ലാതെ ഒരു സ്ഥിരം അപകടമേഖലയായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള യാതൊരു അപകടവും ഇന്നുവരെ അവിടെ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയൊരു അപകടം ഉണ്ടായാൽ പോലും പിന്നീട് ആ പ്രദേശത്തേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് അപകടമേഖല വാഹനമോടിക്കുന്നവർ സൂക്ഷിക്കുക എന്ന വലിയ ബോർഡുകളായിരിക്കും. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊന്നും കാണാനാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയൊരു ദുരന്തം നടന്ന സ്ഥലമാണെന്ന ബോധം ഇവിടുത്തെ നാട്ടുകാർക്ക് പോലുമില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്തരം അപകട സൂചനാ ബോർഡുകൾ ഡ്രൈവർമാർക്ക് വലിയ പാര തന്നെയാണ്. അത്തരം സൂചനാ ബോർഡുകൾ കാണുന്ന മാത്രയിൽ തന്നെ ഡ്രൈവർമാർ അനാവശ്യമായി ജാഗരൂകരാവുകയും തുടർന്ന് അവരുടെ ചെറിയൊരു പിഴവ് പോലും വലിയ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇതെല്ലാം പറയാൻ കാരണം അത്തരത്തിൽ ആശങ്കയുണർത്തുന്ന ഒരു സ്ഥലം ഞങ്ങളുടെ നാട്ടിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തായി നിലവിലുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ്. വളാഞ്ചേരി ടൗണിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന വഴി ഹൈവേയുടെ 3 കിലോമീറ്ററിനപ്പുറം ആ സ്ഥലം കാണും. വട്ടപ്പാറ വളവ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തായി നീണ്ടുകിടക്കുന്ന ആ പ്രദേശത്തെ റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയ ഇറക്കവും ആ ഇറക്കത്തിൽ ഇടത്തോട്ടും വലത്തോട്ടുമായി 3 വലിയ വളവുകളും ചേർന്നതാണ് അവിടം. ആ സ്ഥലത്ത് വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇന്നും തുടർക്കഥയാണ്. ഈ ആധുനിക കാലത്ത് വട്ടപ്പാറയെക്കുറിച്ച് പുതിയ കഥകളൊന്നും ഉയർന്നു വന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്നത് ആ ഭീകര പ്രദേശത്തെക്കുറിച്ചുള്ള ഭീകര കഥകളാൽ സമ്പന്നമായിരുന്നു. രാത്രി സമയങ്ങളിൽ വാഹനങ്ങളിൽ ആ വഴി പോകുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് റോഡിന് നടുവിൽ പ്രത്യക്ഷപ്പെടുകയും ആ സ്ത്രീയെ രക്ഷിക്കാനായി ഡ്രൈവർ വാഹനം ഒരു വശത്തേക്ക് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുമ്പോൾ വാഹനങ്ങൾ മറിയുകയും ചെയ്യുന്നുവെന്നാണ് ഞങ്ങൾ കേട്ടിരുന്ന ഏതൊരു കഥയുടെയും സാരാംശം. അക്കാലങ്ങളിലുണ്ടായ അപകടങ്ങളെല്ലാം സംഭവിച്ചത് രാത്രികളായിരുന്നതിനാൽ ഇത്തരം കഥകൾക്ക് പ്രചാരവുമേറി. എന്നാൽ റോഡ് നിർമ്മാണത്തിലെ അപാകതകളും രാത്രി സമയങ്ങളിൽ ഡ്രൈവർമാർ പാതി ഉറക്കത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ചെയ്തതാണ് അവിടെ നടന്ന പല അപകടങ്ങളുടെയും പ്രധാന കാരണമെന്ന് ആ നാട്ടുകാരനല്ലെങ്കിലും നിസ്സംശയം പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൂകിപ്പറമ്പിനെക്കുറിച്ചാണല്ലോ. ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടുമുന്നിൽ എൻ്റെ കൂട്ടുകാരനായ പപ്പന് ഒരു പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പുണ്ട്. അവൻ്റെ വർക്ക്ഷോപ്പിന് സമീപത്ത് തന്നെ ഹൈവേക്ക് അഭിമുഖമായി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു ലോഡ്ജുമുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നും വന്നു നിന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഓടുമേഞ്ഞ ആ പഴയ ലോഡ്ജുകളിലെ സ്ഥിര താമസക്കാരിലധികവും. വർക്ക്ഷോപ്പിലേക്കുള്ള പെയിൻറ്റിങ്ങുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം സൂക്ഷിച്ചു വയ്ക്കുവാനും പതിവായി കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണം മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ സ്വയം നളപാചകം പരീക്ഷിക്കുവാനുമായി അതിലെ ഒരു മുറി എൻ്റെ കൂട്ടുകാരനായ പപ്പനും വാടകയ്ക്കെടുത്തിരുന്നു. ആ ലോഡ്ജ് മുറികളിൽ ഒന്നിലെ സ്ഥിരം താമസക്കാരനാണ് ഏതോ തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന വിജയൻ എന്നയാൾ. അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയോട് വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല നാടുകളിലും കൂലിപ്പണിയെടുത്ത് ജീവിച്ച് കറങ്ങിത്തിരിഞ്ഞൊടുവിൽ അയാൾ ഇവിടെ വന്ന് ചേർന്നു. അയാളെ കണ്ടാൽ 55 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കും. ഇടയ്ക്ക് ദിവസങ്ങളോളം ജോലിയൊന്നുമില്ലാതെ കഴിയുമ്പോൾ പാവത്തിൻ്റെ കയ്യിൽ നിത്യവൃത്തിക്കുള്ള പണമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് അയാൾ എൻ്റെ സുഹൃത്തായ പപ്പനെ സമീപിക്കുന്നത്.
ചേട്ടാ, പണിയൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനും കാശില്ല. ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല പണിയും തരുമോ? അയാളെക്കാൾ ചുരുങ്ങിയത് 20 വയസ്സ് പ്രായം കുറവാണെങ്കിലും പപ്പനെയും എന്നെയുമെല്ലാം അയാൾ ചേട്ടാ എന്നേ സംബോധന ചെയ്തിട്ടുള്ളൂ. തൊട്ടടുത്ത ലോഡ്ജിൽ താമസിക്കുന്ന ഏതോ അന്യദേശക്കാരൻ എന്നല്ലാതെ പപ്പൻ അയാളെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ അയാൾ തൻ്റെ മുന്നിൽ വന്ന് ഒരു നേരത്തെ അന്നമുള്ളത് ഒപ്പിക്കാനായി മാത്രം എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ദയാലുവായ പപ്പൻ്റെ മനസ്സലിഞ്ഞു. പപ്പനെ കൂടാതെ അവൻ്റെ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവർ 5 പേർ വേറെയുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ ആ 5 പേർക്കുള്ള ജോലി അവിടെ ഉണ്ടാകാറുമില്ല. പിന്നെ ഇയാളെ കൂടി അവിടെ നിർത്തിയാൽ, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ തൊഴിലൊന്നുമില്ലല്ലോ ചേട്ടാ. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശൊക്കെ ഞാൻ തരാം. ചേട്ടന് പണിയുണ്ടാകുന്ന സമയത്ത് തിരിച്ചു തന്നാൽ മതി എന്നവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാളുടെ മുഖത്ത് കണ്ട നിസ്സംഗഭാവം കണ്ട് അവൻ്റെ മനസ്സലിഞ്ഞു. എന്താണൊരു പോംവഴി? നിങ്ങൾക്ക് ചോറും കറിയും വെക്കാൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് അയാളുടെ മറുപടി. അവനൊരു ബുദ്ധി തോന്നി. അവിടെ അവനടക്കം 6 പേരുണ്ട്. രാവിലെ 10-നൊരു ലഘുഭക്ഷണം, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ചായ. ഇതെല്ലാം ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. ഹോട്ടലിൽ കൊടുക്കുന്ന കാശിന് അരിയും അനുബന്ധ സാധനങ്ങളും വാങ്ങി ഇയാളെ ഏൽപ്പിച്ചാലോ? കാക്കയുടെ വിശപ്പും മാറും, പശുവിൻ്റെ കടിയും തീരും. അയാൾക്ക് മറ്റു പണികൾ വല്ലതും കിട്ടുന്നതുവരെ മാത്രമല്ലേ. അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ അയാൾ പൊയ്ക്കോട്ടെ. ഇത് കേട്ടപ്പോൾ വിജയന് 100 വട്ടം സമ്മതം. പിറ്റേന്ന് മുതൽ പുതിയ വിജയൻ അവരുടെ പാചകക്കാരനായി. അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞാലും അയാൾ വെറുതെ ഇരിക്കാറില്ല. വർക്ക്ഷോപ്പിൻ്റെ പെയിൻറ്റിങ്ങിനായി വരുന്ന വാഹനങ്ങളുടെ തുരുമ്പ് കളയാനും വാഷ് ചെയ്യാനുമൊക്കെ സഹായിക്കും. എല്ലാവർക്കും കൊടുക്കുന്ന കൂലി കൃത്യമായി തന്നെ പപ്പൻ വിജയനും കൊടുക്കും. ആദ്യമൊക്കെ ആ പണം വാങ്ങാൻ അയാൾക്ക് വലിയ മടിയായിരുന്നു. പക്ഷേ അവൻ നിർബന്ധപൂർവം പോക്കറ്റിലിട്ട് കൊടുക്കും. സുഹൃത്തായ പപ്പനെ കാണാൻ വല്ലപ്പോഴും ഞാൻ അവിടെ ചെല്ലാറുണ്ട്. അങ്ങനെയാണ് ഞാൻ വിജയനെ കാണുന്നത്. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമാണ് അയാളുടേത്. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ അതിൽ മാത്രം മുഴുകിയിരിക്കും. ആരോടും അധികമൊന്നും അടുത്തിടപഴകാത്ത ആൾ. കാലക്രമേണ എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങി എന്ന് മാത്രമല്ല, എന്നോട് പലപ്പോഴായി ചില നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സ് തുറന്നു പറയുകയും ചെയ്തു. അയാളുമായി ഞാൻ കൂടുതൽ അടുക്കാൻ കാരണമായത് ഗൾഫിൽ നിന്നും ലീവിൽ വന്ന ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. അവൻ വന്ന സമയത്ത് ഞങ്ങൾ സുഹൃത്തുക്കൾക്കായി ഒരു കുപ്പി ജോണി വാക്കർ സമ്മാനിച്ചു. അന്നൊക്കെ കുപ്പിയുമായി ആരുടെയും വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. വീട്ടുകാർ കണ്ടാൽ ഓടിക്കും. എവിടെയെങ്കിലും വെച്ച് ഇതൊന്ന് സ്വകാര്യമായി അകത്താക്കണം. എന്നാൽ ആ വില കൂടിയ മദ്യം അങ്ങനെ ഒളിച്ചും പതുങ്ങിയും സേവിക്കുന്നത് ഞങ്ങളുടെ ഗൾഫ് സുഹൃത്തിന് തീരെ താല്പര്യവുമില്ല. അതല്പം സമയമൊക്കെ എടുത്ത് നല്ല സ്വസ്ഥമായി പഴങ്കഥകളൊക്കെ പറഞ്ഞ് 2 വരി പാട്ടൊക്കെ മൂളി അടിക്കുമ്പോഴേ ഒരു ത്രില്ലുണ്ടാവൂ എന്നാണ് അവൻ്റെ പക്ഷം. അങ്ങനെയാണെങ്കിൽ അതിനു പറ്റിയ സ്ഥലം ഇപ്പോൾ നമ്മുടെ പപ്പൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ വേവലാതി എന്തിന്? മദ്യപാനത്തിനിടെ കഴിക്കാനുള്ള ഭക്ഷണവും ഹോട്ടലിൽ നിന്ന് വാങ്ങി പണം കളയുന്നു. എല്ലാം അവനവിടെ റെഡിയാക്കാമെന്നേറ്റു. അങ്ങനെ രാത്രി 9 മണിയോടെ ഗൾഫുകാരനടക്കം ഞങ്ങൾ 5 പേർ പപ്പൻ്റെ ലോഡ്ജ് മുറിയിൽ സഭ തുടങ്ങി. ദോശ, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത് തുടങ്ങിയ വിഭവങ്ങൾ മേമ്പൊടി ചേർത്ത് മദ്യപിക്കുന്നതിനിടയിൽ ഇത്ര രുചികരമായ ഭക്ഷണം ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയാനായി ഗൾഫുകാരൻ്റെ അന്വേഷണം. അടുത്ത മുറിയിലെ താമസക്കാരനായ വിജയനാണ് പാചകക്കാരനെന്ന് പപ്പൻ പറഞ്ഞപ്പോൾ ഗൾഫുകാരൻ ഒരേ നിർബന്ധം. മദ്യപിക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് 2 എണ്ണം കൊടുക്കണം, അല്ലെങ്കിൽ മോശമാണ്. ഇത് കേട്ടപാടെ അടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന വിജയനെ പപ്പൻ കതക് തട്ടി വിളിച്ചുണർത്തി മുറിയിലേക്ക് വരുത്തി. ഞങ്ങൾക്കൊപ്പം ഇരുത്തി. അല്പം സമയമെടുത്ത് ഒരു 3 എണ്ണം പുള്ളിക്കാരനും വീശി. ഞങ്ങളുടെ പഴയ നാട്ടുകഥകളും അവൻ്റെ ഗൾഫിലെ ജോലിയെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് നേരം കുറെ പോയി കിട്ടി. ഇതിനിടയിൽ വിജയൻ മൂത്രമൊഴിച്ച് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും അയാളെ കാണാതായപ്പോൾ എനിക്കൊരു സംശയം. ഇനി മദ്യലഹരിയിൽ അയാൾ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാകുമോ? പപ്പനോട് സംശയം പ്രകടിപ്പിച്ച് ഞാൻ വിജയനെ തേടി പുറത്തേക്കിറങ്ങി. അയാൾ ദൂരെയെങ്ങും പോയില്ല. ലോഡ്ജിന് മുമ്പിലെ ഇരുട്ടിൽ ഹൈവേയിലുള്ള എന്തോ ദൃശ്യത്തിലേക്ക് നോക്കി അയാൾ നിശ്ചലനായി നിൽക്കുന്നു. അത് കണ്ട് ഞാൻ അയാളുടെ അടുത്തേക്കെത്തി. എന്താ വിജയേട്ട ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന എൻ്റെ ചോദ്യത്തിന്
മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ച് ഹൈവേയിൽ അയാൾ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യത്തിലേക്ക് വിരൽ ചൂണ്ടി. അയാൾ ചൂണ്ടിക്കാണിച്ചത് എന്തെന്നറിയാൻ ഞാൻ അയാളുടെ അടുത്തെത്തി സൂക്ഷിച്ചു നോക്കി. എനിക്കൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്താ സംഗതി വിജയേട്ടാ? ഞാൻ ശബ്ദമടക്കി ചോദിച്ചു. അതാ അവിടെ റോഡിന് നടുക്ക് 2 പേർ എന്തോ തിരയുന്നത് കണ്ടോ? അയാളെന്നെ അയാൾക്കടുത്തേക്ക് ചേർത്ത് നിർത്തി ചൂണ്ടിക്കാണിച്ചു. ഞാൻ വീണ്ടും നോക്കി. എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. കുറേ നേരം നോക്കിയെങ്കിലും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും വെളിച്ചം വിതറി പാഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ആ റോട്ടിൽ അയാൾ പറയുന്ന ആരെയും ഞാൻ കണ്ടില്ല. വിജയനെ തിരഞ്ഞുപോയ എന്നെയും കാണാതായപ്പോൾ മുറിക്കകത്തു നിന്ന് പപ്പൻ്റെ വിളി കേട്ടു. ടാ കോപ്പേ, വാള് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറിപ്പോരടാ. ഞാൻ തിരികെ പോന്ന് മുറിയുടെ വാതിക്കലെത്തി അവനോട് ശബ്ദമടക്കി പറഞ്ഞു. എടാ, ഞാൻ വാളൊന്നും വെച്ചിട്ടില്ല. അയാൾ നല്ല ഫിറ്റായി റോഡിൽ 2 ആൾ നടക്കുന്നതെന്നും പറഞ്ഞ് അവിടെ വായും പൊളിച്ച് നിൽപ്പാ. ഞാൻ നോക്കിയിട്ട് ആരെയും കണ്ടതുമില്ല. ഇത് കേട്ട് പപ്പനെന്തോ ആകെ ദേഷ്യം കയറി. അവൻ പല്ലെറുമ്മി ഈർഷ്യയോടെ പുരണ്ടു. അയാളവിടെ എന്ത് കുന്തമകലും നോക്കി നിന്നോട്ടെ. നീ ചിലയ്ക്കാതെ ഇങ്ങോട്ട് അകത്തേക്ക് കയറടാ. 10-45 എണ്ണം നിമിഷ നേരം കൊണ്ട് കത്തിയമർന്ന സ്ഥലമാണെന്ന് അറിഞ്ഞൂടെ? അവിടെ നിന്നാണോ നിൻ്റെ കോപ്പിലൊരു തമാശ? ഇത് കേട്ടയുടൻ ഒറ്റച്ചാട്ടത്തിന് ഞാൻ അകത്തേക്ക് കയറി. ഞാൻ അകത്ത് കയറിയ പാടെ പപ്പൻ കഥ കടച്ചു. ഞങ്ങളുടെ കൂട്ടുകാർ 2 പേർ കൂർക്കം വലിച്ച് കിടന്നു. ഗൾഫുകാരൻ ഫിറ്റായി മലർന്നു കിടന്ന് അറബിയെ തെറി വിളിക്കുകയാണ്. അവൻ്റെ അടുത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ടാക്കി പതിയെ ഞാനും ചുരുണ്ടുകൂടി. ഈ സംഭവത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ഞാനവിടെ പോയിരുന്നു. പപ്പനുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടെ വിജയനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അയാളവിടെ മുറികളിലുണ്ടാവുമെന്ന് പപ്പൻ സൂചിപ്പിച്ചു. എന്നാലും വന്ന സ്ഥിതിക്ക് അയാളെ ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി ഞാൻ അയാളുടെ മുറിക്ക് മുന്നിലെത്തി. അവിടെ ഒരു ബീഡിയും വലിച്ച് എന്തോ അഗാധമായ ചിന്തയിലായിരുന്നു അയാൾ. എന്നെ കണ്ടയുടൻ അകത്തേക്ക് ക്ഷണിച്ചു. ഒരുമിച്ചിരുന്ന് ഒരു പെഗ് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് അയാളുമായി യാതൊരു മുൻപരിചയവുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴയാൾക്ക് ഞാൻ മുമ്പ് പരിചിതനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന മട്ടിലാണ് പെരുമാറ്റം. സുഖവിവരങ്ങളും തൊഴിൽപരമായ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം അന്വേഷിച്ചു. അന്നയാൾ ഹൈവേയിൽ കണ്ട കാര്യത്തെപ്പറ്റി ചോദിക്കാൻ പറ്റിയ അവസരം ഇതുതന്നെയാണെന്ന് കരുതി പ്രശ്നം ഞാൻ നർമ്മഭാവത്തിൽ തന്നെ അവതരിപ്പിച്ചു. നിങ്ങൾ 2 എണ്ണം വിട്ട് പൂസായി നിൽക്കുമ്പോൾ റോട്ടിലാരെ കണ്ടുന്നാ മനുഷ്യ പറഞ്ഞത്? പൂസാവുകയോ? ഞാനോ? അയാൾ ചിരിയോടെ അത് നിഷേധിച്ചു. ചേട്ടാ, നമ്മുടെ ബീവറേജിൽ കിട്ടുന്ന വില കുറഞ്ഞ മൂരാച്ചിയില്ലേ, അത് ഫുൾ ബോട്ടിൽ ഒറ്റയടിക്കിരുന്ന് അടിക്കുന്നവനാ ഈ വിജയൻ. അതിൻ്റെ കുപ്പി തുറക്കുമ്പോഴുള്ള മണമടിച്ചാൽ മതി, നിങ്ങളൊക്കെ കറങ്ങി വീഴും. അയാൾ കുലുങ്ങിച്ചിരിച്ചു. ആ, ഞാൻ നിങ്ങൾ തന്ന 2 പെഗടിച്ച് പൂസ എന്നും പറഞ്ഞ് ഈ വഴിക്കൊന്നും വന്നേക്കരുത് കേട്ടോ. ആ ഉത്തരത്തിൽ ഞാൻ ചമ്മിപ്പോയി. ചമ്മൽ മറയ്ക്കാനായി ഞാൻ അയാളെ പ്രകോപിപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പൂസാകാതെ എങ്ങനെ വിജയേട്ടാ ഞാനവിടെ കാണാത്ത കാഴ്ചകൾ നിങ്ങൾ മാത്രം കാണുന്നത്? നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനവരെ കണ്ടു. അത് ഞാൻ ആദ്യമായിട്ടല്ല. മുമ്പ് എത്രയോ ദിവസങ്ങളിൽ ഞാനവരെ റോഡിൽ കണ്ടിട്ടുണ്ട്. അയാൾ ചിരി നിർത്തി ഗൗരവത്തിലായി. പകൽ സമയത്ത് ഞങ്ങളുടെ പക്കൽ നിന്നും കളഞ്ഞുപോയ വില കൂടിയ എന്തോ ഒന്ന് ആൾത്തിരക്കൊഴിഞ്ഞ രാത്രി സമയത്ത് വന്ന് അന്വേഷിക്കുന്നവരുടെ ഭാവമാണ് അവരിലുള്ളത്. ആ നേരത്ത് അതിലൂടെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചത്തിൽ അവരെ കാണാനില്ല. വെളിച്ചം മറഞ്ഞ അടുത്ത നിമിഷം അവരെ വീണ്ടും കാണാം. വിജയൻ എൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് സ്വകാര്യം പറയുന്നത് പോലെ വീണ്ടും പറഞ്ഞു. ചേട്ടാ, നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ. കുറേ നേരം കഴിയുമ്പോൾ അവർ തെരച്ചിലെല്ലാം നിർത്തി നമ്മുടെ റൂമിന് മുന്നിലുള്ള ഈ കലുങ്കിന് മുകളിൽ വന്നിരിക്കും. പിന്നെ അടക്കിപ്പിടിച്ച സംസാരമാണ്. അവർ പറയുന്നത് എന്താണെന്ന് പല പ്രാവശ്യം ഞാൻ ചെവിയോർത്ത് നിന്നിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നതൊന്നും മനസ്സിലാവില്ല. വിജയൻ്റെ മുറിയുടെ മുൻവശത്ത് തന്നെയാണ് ആ കലുങ്ക്. 2 പലകകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ആ പഴയ കതകിൻ്റെ നടുവിലുള്ള 1.5 ഇഞ്ച് വിടവിലൂടെ പുറത്തെ കലുങ്കും റോഡും വ്യക്തമായി കാണുകയും ചെയ്യും. അയാളുടെ അനുഭവ വിവരണം കേട്ട് ഞാനല്പം പതറിപ്പോയിരുന്നു. എങ്കിലും അയാളുടെ കഥയെ ഞാൻ മറുവാദം കൊണ്ട് ദുർബലമാക്കിയെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എൻ്റെ വിജയേട്ടാ, അതൊക്കെ നിങ്ങളുടെ ഓരോരോ തോന്നലുകളാണ്. മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ചിലർ അത്തരത്തിലുള്ള പല കാഴ്ചകളും കാണും. അതിൽ യാഥാർത്ഥ്യമൊന്നും കാണില്ല. വെറും മായക്കാഴ്ചകളാണ് ഹേ. അയാൾ ശക്തമായി എന്നോട് വിയോജിച്ചു. ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് ചിലരുടെ കാര്യത്തിൽ ശരിയാവും, എന്നാൽ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അയാൾ കയ്യിലുണ്ടായിരുന്ന ബീഡിക്കുറ്റി എറിഞ്ഞു കളഞ്ഞ് കാര്യങ്ങൾ ദീർഘമായി തന്നെ വിശദീകരിച്ചു.
ഞാൻ ആദ്യമായി ഈ കാഴ്ച കാണുന്നത് ഇപ്പോഴൊന്നുമല്ല, അതൊരു 4 വർഷം മുമ്പാണ്. അന്ന് ഞാൻ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. രാത്രി 1 മണിയായി കാണും. ഞാൻ നല്ല ഉറക്കമാണ്. പുറത്താരോ തർക്കിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ അല്പസമയം കാതോർത്ത് കിടന്നു. ഒന്നും സ്പഷ്ടമല്ല. പിന്നെ ലൈറ്റിടാതെ പതുക്കെ എഴുന്നേറ്റ് കതകിൻ്റെ വിടവിലൂടെ നോക്കുമ്പോൾ 2 പേർ ഈ കരിങ്കിലിരുന്ന് പരസ്പരം തർക്കിക്കുകയാണ്. അവരാരാണെന്നറിയാൻ ഞാൻ പുറത്തെ ലൈറ്റിട്ട ശേഷം കതക് തുറന്നു. അവിടെ ആരുമില്ല. എനിക്ക് തോന്നിയതല്ലല്ലോ എന്നോർത്ത് ഞാൻ ചുറ്റും നടന്ന് നോക്കിയ ശേഷം കതകടച്ച് ലൈറ്റ് ഓഫാക്കി കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഉറക്കത്തിലേക്ക് വഴി തുടങ്ങിയ ആ സമയത്ത് വീണ്ടും അതേ സംസാരം. ആദ്യ തവണ കേട്ടതുപോലെ ശബ്ദമുയർത്തിയല്ല, ശബ്ദം അടക്കിപ്പിടിച്ച്. ഞാൻ വീണ്ടും എഴുന്നേറ്റ് ലൈറ്റിടാതെ കതകിനിടയിലൂടെ നോക്കി. 2 പേർ വീണ്ടും കലിങ്കിലിരിക്കുന്നു. സത്യം പറയാമല്ലോ ചേട്ടാ, അപ്പോൾ തൊട്ട് എനിക്ക് ചെറിയ ഭയമായി തുടങ്ങി. എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എന്ന് കരുതി ഞാൻ പുറത്തേക്കുള്ള ലൈറ്റ് ഓണാക്കിയ ശേഷം കതകിന് വിടവിലൂടെ നോക്കി. കലിങ്കിലപ്പോൾ ആരുമില്ല. സംസാരം കേൾക്കുന്നുമില്ല. അല്പനേരം കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാത്തിരുന്നു. അവർ ഇനിയും വരുമോ എന്ന് അറിയാമല്ലോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒച്ചയും അനക്കമൊന്നും കേൾക്കാതായപ്പോൾ ഞാൻ പതുക്കെ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. ചുറ്റും കണ്ണോടിച്ചു. അപ്പോഴാണവർ റോഡിന് നടുവിൽ എന്തോ തെരഞ്ഞുകൊണ്ട് കുനിഞ്ഞു നടക്കുന്നത് കാണുന്നത്. ഭയന്നു പറച്ച് അന്ന് രാത്രി എനിക്കുറങ്ങാൻ സാധിച്ചില്ല. അതിനുശേഷം എത്രയോ രാത്രികളിൽ ഇത് ആവർത്തിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ മദ്യപിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ധൈര്യമായി ഞാൻ ആ കാഴ്ച കണ്ടു നിൽക്കും. അങ്ങനെയാണ് അന്ന് ചേട്ടനും ഞാൻ ആ കാഴ്ച നോക്കി നിൽക്കുന്നത് സാക്ഷിയായത്. അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ സത്യത്തിൽ എൻ്റെ ഉള്ളിലും ചെറിയൊരു ഭീതി അരിച്ചു കയറുന്നതായി എനിക്ക് തോന്നി. എന്നാൽ ചേട്ടാ, ഇന്ന് വരെ ഞാൻ ഈ കാര്യങ്ങൾ ആരോടും പങ്കുവച്ചിട്ടില്ല. നിങ്ങൾ മാത്രമേ അതേക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞതും. ഇതൊന്നും ആരോടും പറഞ്ഞേക്കരുത്, പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്ത് പപ്പേട്ടനോട് ഒരിക്കലും പറയരുത് കേട്ടോ. ഉമ്മിനീരിറക്കാൻ പോലും കഴിയാതെ അയാൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ആ സമയം പപ്പനെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആകെ കിളിപോയ മട്ടിൽ ഞാൻ പപ്പനടുത്തേക്ക് നടന്നു. അവൻ സംശയത്തോടെ, നീ ഇത്രയും നേരം അയാളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോൾ പപ്പൻ അത്ഭുതം മറച്ചു വയ്ക്കാതെ തന്നെ പറഞ്ഞു, ഇത്രയും കാലത്തിനിടയ്ക്ക് മൂപ്പരിങ്ങനെ ആരുമായി ദീർഘനേരം സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാടാ ഇത്രമാത്രം പരിചയപ്പെട്ട നിന്നോടയാ? അയാളുടെ കഥ കേട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ട് പപ്പനുമായി കൂടുതലൊന്നും സംസാരിക്കാതെ ഞാനവിടെ വിട്ടു. പിന്നീട് അവിടെ പോകുമ്പോഴെല്ലാം അയാളവിടെ ഉണ്ടെങ്കിൽ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരിക്കുക പതിവായിരുന്നു. ആ സംസാരത്തിനിടയിൽ അയാളുടെ കുടുംബവിശേഷം ചോദിച്ചാൽ മാത്രം പുള്ളി നിശബ്ദനാകും. എൻ്റെ നിരീക്ഷണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു വ്യക്തിയായിരുന്നു വിജയൻ. ആലോചിക്കുമ്പോൾ കുറേ നിഗൂഢതകൾ മാത്രം സ്വന്തമായുള്ള ആ പാവം 7 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആ ലോഡ്ജ് മുറിക്കുള്ളിൽ അയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു. അയാളുടെ മരണത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ആ കെട്ടിടം മൊത്തമായി അതിൻ്റെ ഉടമസ്ഥൻ പൊളിച്ചു നീക്കി. 1 വർഷം മുമ്പ് ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ചേർന്നുള്ള ഒരു കള്ളുസഭയിൽ പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിചാരിതമായി ആത്മഹത്യകളെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉയർന്നു വന്നു. പലരും പല നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവച്ച കൂട്ടത്തിലേക്ക് ഞാൻ എൻ്റെ വകയായി പഴയ വിജയേട്ടനെയും അയാളുടെ നിഗൂഢ അനുഭവങ്ങളെയും ആത്മഹത്യയുമെല്ലാം മുന്നോട്ട് വെച്ചു. മിലിറ്ററിയിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്യുന്ന സതീശൻ എന്ന സുഹൃത്തുണ്ടായിരുന്നു അന്നത്തെ ആ സഭയിൽ. വിജയനെക്കുറിച്ചുള്ള എൻ്റെ വിവരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് സതീശേട്ടനാണ്. എല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എടാ, ഏതൊരാൾ പറയുന്നതായാലും ശരി, അത്തരം കാര്യങ്ങൾ നമ്മൾ പാടെ നിസ്സാരമായി തള്ളിക്കളയരുത്. നീ എപ്പോഴെങ്കിലും അയാൾ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വിജയൻ അവിടെ കണ്ട കാഴ്ച മറ്റാരും കണ്ടതായി പറഞ്ഞു കേട്ടിട്ടില്ല. എന്തിന്, നീ പോലും ആ സമയത്ത് അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും നീ കണ്ടില്ല. പക്ഷെ വിജയൻ മാത്രം കണ്ടു. എന്തുകൊണ്ടായിരിക്കും ആ കാഴ്ച വിജയൻ മാത്രം കണ്ടത്? നിനക്കില്ലാത്ത എന്തോ ഒന്ന് വിജയനുണ്ട്. ഒരുപക്ഷെ അതൊരു അപൂർവ സിദ്ധിയാവാം. സതീശേട്ടൻ ഗ്ലാസ്സിലുണ്ടായിരുന്ന അവസാനത്തെ പെഗ് ഒറ്റവലിക്ക് അകത്താക്കി ഗ്ലാസ് തിരികെ വെച്ച് പോകാനായി എഴുന്നേറ്റു. അതിനിടയിൽ എന്നെ നോക്കി വീണ്ടും പറയാൻ തുടങ്ങി, എടാ, അയാളൊരു മാനസിക രോഗിയായിരുന്നുവെന്ന് നീ വേണമെങ്കിൽ വാദിക്കുമായിരിക്കും.
അയാളുടെ ദുരൂഹമായ ആത്മഹത്യക്ക് കാരണം പോലും അതാണെന്ന് നിനക്ക് പറയാം. പക്ഷെ നീ പറഞ്ഞ് അയാളുടെ അനുഭവകഥ കേട്ട ഞാൻ ഒരിക്കലും അത് പറയില്ല. അതിന് കാരണമെന്താണെന്ന് അറിയാമോ? നല്ല ഫോമിലായിരുന്നു സതീശേട്ടൻ. എന്നാലും എല്ലാവരും ആകാംക്ഷയോടെ പുള്ളിക്കാരനെ തന്നെ നോക്കിയിരിക്കുകയാണ്. കാരണം 2001 ഇവിടെ കത്തിയമർന്ന 44 പേരിൽ 2 പേർ ആരാണെന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അവർ ഇന്നും അജ്ഞാതരാണ്. അതുതന്നെ കാരണം. സതീശേട്ടൻ യാത്ര പറഞ്ഞു പോയി. പുള്ളിക്കാരൻ അവസാനം പറഞ്ഞ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞങ്ങൾ അവിടെ തന്നെ തരിച്ചിരിക്കുകയായിരുന്നു.